ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനേ ഒരു കണമ്പ് കറിയാണ് കേട്ടോ, മാങ്ങയിട്ട കണമ്പ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടില്ലേ തേങ്ങ കൊത്തി വെച്ചേക്കണം. തേങ്ങ ചിരണ്ടാൻ മടിയായതുകൊണ്ട് തേങ്ങ കൊത്തിയാണ് എടുക്കാറ്. കൊത്തി എടുത്തിട്ട് മിക്സിയിലിട്ട് ആദ്യം ഒന്ന് അടിച്ച് പൊടിച്ചെടുക്കും. അതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഇടും. അതിന് ഞാൻ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന്, എല്ലാവരുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ് ചേർക്കുക കേട്ടോ. അതിന് അളവും ഒന്നുമില്ല. നമ്മുടെ കറിക്ക് എത്രത്തോളം മസാല വേണോ അത്രത്തോളം മസാല നമ്മൾ ചേർക്കുക. അതായത് ചിലവർക്ക് നല്ല എരിവ് വേണം, ചിലവർക്ക് എരിവ് കുറച്ച് മതി. അപ്പം എനിക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് അത്ര എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കാറില്ല. ആവശ്യം വരുന്നതനുസരിച്ച് എരിവ് ചേർക്കുക. അപ്പം ഞാൻ നല്ല കളർ കിട്ടാനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി, പിന്നെ ആ തേങ്ങ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിരണ്ടി എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ കൊത്തി കൊത്തി എടുത്തേച്ച് ഈ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തേക്കണം. അതിനകത്തേക്ക് ഈ മസാലക്കൂട്ടും കൂടി ഇട്ട് ഓരോരുത്തരുടെ അളവനുസരിച്ച് ഇടുക കേട്ടോ. ഇട്ട് അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ ഈ കറിച്ചട്ടിക്ക് പകരം ബ്ലാക്ക് അലുമിനിയം തന്നെ അനോഡൈസ്ഡ് എന്ന് പറയും, ബ്ലാക്ക് അനോഡൈസ്ഡ്. അതായത് അതിനകത്ത് നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കുക, ഒന്നും പൊട്ടിപ്പിടിക്കുകയോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല, പൊളിഞ്ഞു പോകുക അങ്ങനെയൊന്നുമില്ല. എന്നാൽ നോൺ സ്റ്റിക്ക് പോലെ ഉള്ള ഉപയോഗം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ചട്ടി ഉപയോഗിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം കടുകിട്ട് പൊട്ടിച്ച് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കീറി വേപ്പില ഇട്ടു, കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ ആദ്യം. എന്നിട്ടാണ് ഇത് ഇട്ടിരുന്നിട്ട് ആ അരപ്പ് അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് നല്ലോണം മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇത് കഴുകിയിട്ട് അതിനുള്ള വെള്ളം ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓരോരുത്തരുടെ ഇതനുസരിച്ച് വെള്ളം, ചിലവർക്ക് നല്ല കുറുക്ക് പരുവത്തിലായിരിക്കും കറി ഇഷ്ടം, ചിലവർക്ക് ഇഷ്ടം കുറച്ചിങ്ങനെ ലൂസായിട്ടായിരിക്കും. ഒത്തിരി ലൂസായാൽ കൊള്ളൂല കേട്ടോ കറി. നമ്മളെപ്പോഴും കുറച്ചൊരു പരുവത്തിലെടുക്കുക. അപ്പോൾ ആ പരുവത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട്, എന്നിട്ട് പിന്നെ അതെല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം ഒഴിക്കണം. നല്ലോണം തിളച്ച് വരുന്ന വരെയുള്ള വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇത്രയും മാങ്ങ, ഞങ്ങളുടെ വീട്ടിലധികം പുളി വേണ്ടാത്തതുകൊണ്ട് ഞാൻ അധികം മാങ്ങ ചേർക്കണില്ല കേട്ടോ. മാങ്ങയുടെ പുളി ഒരുപാട് മുന്തി തിന്നാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള മാങ്ങ ചേർത്തിട്ടുണ്ട്. അത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മറ്റേ കണമ്പാണ് കേട്ടോ ഇടുന്നത്. കണമ്പിൻ്റെ വലിയതൊന്ന് ഞാൻ പറഞ്ഞില്ലേ, തിരുതക്കണമ്പ്, അത് മീൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ബാക്കിയുള്ള കണമ്പാണ് ഞാനിപ്പോൾ അതേ കറി വെക്കണത്. അപ്പോൾ അതേ കറിക്ക് വേണ്ട എല്ലാം റെഡിയായി. കറി തിളച്ച്